ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഞാൻ കുറച്ച് മിത്താണ് നോക്കാൻ പോണേട്ടാ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ കുറേ പേര് മിത്തൊക്കെ കമൻറ്റ് ചെയ്തു. നമുക്ക് അതൊക്കെ നോക്കി നോക്കാം. അപ്പോൾ ആദ്യത്തെ മിത്ത് ഇതാണ്: ലംബോർഗിനി കാറ് എടുത്തിട്ട് പൊട്ടിത്തെറിപ്പിച്ച് കഴിഞ്ഞാൽ കളർ മാറ്റാൻ പറ്റും. ഓക്കെ, നമുക്കത് ട്രൈ ചെയ്യാം. അതിനായിട്ട് ആദ്യമേ ഒരു ലംബോർഗിനി കാർ സ്പോൺ ചെയ്യാം. ലംബോർഗിനിയുടെ ചീറ്റ് കോഡ് എന്തായിരുന്നു? 700 അല്ലേ? 700 ചീറ്റ് കോഡ്. നമ്മളങ്ങനെ ലംബോർഗിനി സ്പോൺ ചെയ്തു. ഇനി കാറ് കത്തിച്ചളയാ. അന്നേരം അതിൻ്റെ കളറ് മാറ്റാൻ പറ്റുമെന്ന് പറയണേ. ഇപ്പം ഈ കാറ് ഫുള്ള് ബ്ലാക്ക് ആയിക്കുക. കളറ് മാറ്റാൻ പറ്റുമോ? ഓ, നമുക്ക് കളറ് മാറ്റാൻ പറ്റും. ഇത് കണ്ടില്ലേ? നമുക്ക് വേണമെങ്കിൽ RGB കളറും ആക്കാൻ പറ്റും. ഇതിപ്പോൾ ഏതായാലും കൊള്ളാം, നൈസായിട്ടുണ്ട്. ഈ മിത്തപ്പോൾ വർക്കിങ്ങാ. ഓക്കെ, നമുക്കിനി രണ്ടാമത്തെ മിത്ത് നോക്കാം. ബ്രോ, നമ്മൾ ഗോസ്റ്റ് റൈഡർ ബൈക്ക് എടുത്ത് സ്പീഡിൽ പോയാൽ ഫയർ അണയും, വണ്ടി നിർത്തിയാൽ പിന്നെയും ഫയർ വരും. ഓക്കെ, നമുക്കതും നോക്കി നോക്കാം. നമുക്കപ്പോൾ ഒരു ഗോസ്റ്റ് റൈഡർ ബൈക്ക് സ്പോൺ ചെയ്യാം. അതിൻ്റെ ചീറ്റ് കോഡ് 5555 അതങ്ങനെ സ്പോൺ ആയിക്കാണ്. ഈ ബൈക്കിൽ പിന്നെ തീ എത്തും. പക്ഷെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീ എത്തില്ലെന്നാ പറയണേ, നല്ല സ്പീഡിൽ പോവുകയാണെങ്കിൽ. ഓ, ഇത് കണ്ടില്ലേ? ഇപ്പൊ ബൈക്കിൽ നിന്ന് തീ എത്തണില്ല. കത്തിയല്ലോ. കത്തില്ലെന്നാ അമ്മിത്തിൽ പറഞ്ഞേ. നമ്മളിപ്പോൾ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ കത്തും, അല്ലാണ്ട് നേരെ പോവുകയാണെങ്കിൽ തീ എത്തില്ല. ആ മിത്തിൽ പറഞ്ഞത് പകുതി സത്യമാണ്. നമ്മളിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ തീ എത്തില്ല, പക്ഷെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ തീ എത്തും. ഇനിയിപ്പോൾ നമ്മൾ വണ്ടി നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ തീ എത്തും. ഈ ബൈക്കിൽ മൊത്തത്തിൽ തീയെത്തും. ആ മിത്തപ്പോൾ ആക്ച്വലി വർക്കിംഗ് തന്നെയാണ്. നമുക്കിനി മൂന്നാമത്തെ മിത്ത് നോക്കാം. ബ്രോ, ആദ്യം ഒരു ബൈക്ക് സ്പോൺ ചെയ്യുക, അതിൻ്റെ അടുത്ത് ഒരു ഡിനോസർ സ്പോൺ ചെയ്യുക, 2 ഓപ്ഷനിൽ കയറുക, നമ്മൾ പ്ലെയർ ഇല്ലാതെ ഓടിക്കും, പിന്നെ സ്പീഡിൽ ചെന്ന് ചുമരിൽ ഇടിക്കുക, പിന്നെ പ്ലെയർ വീഴും, അപ്പോൾ ഒരു മാജിക് സംഭവിക്കും. പ്ലീസ് ട്രൈ. കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടാലും നോക്കി നോക്കാം. നമുക്കതേ ഒരു ഡൈനോസർ സ്പോൺ ചെയ്യാം. 50-50 ചീറ്റ് കോഡ്. ഇനിയൊരു ബൈക്ക് സ്പോൺ ചെയ്യാം. തൽക്കാലം 400 അടിക്കുക, അന്നേരം ZX-10R സ്പോൺ ആവേ. ഇനിയിപ്പോൾ രണ്ടിലും ഒരുമിച്ച് കയറാ. എന്നിട്ട് ഈ ബൈക്ക് കൊണ്ടുപോയി ഇടിക്കാനാ പറയണേ. ഓ, നമ്മുടെ ആളിത് അടിയിലേക്ക് പോയിട്ടാ. പക്ഷെ ബൈക്ക് ഓടിക്കുമ്പോൾ വണ്ടിയിൽ ആളില്ല, ബൈക്ക് മാത്രമേ പോവുള്ളൂ. ഇനിയിപ്പോൾ നമ്മളോടെ നല്ല സ്പീഡിൽ കൊണ്ടുപോയി ഇടിക്കാനാ പറഞ്ഞേ. നമുക്കപ്പോൾ നല്ല സ്പീഡിൽ കൊണ്ടുപോയി ഇടിക്കാം. മുമ്പിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ട് ഇടിക്കാം. ലെറ്റ്സ് ഗോ. ഇതൊന്നുണ്ടായേ? ഓ, ആളിത് അടിയിലേക്ക് പോയിട്ടാ, നേരെ പാതാളത്തിൽ പോയി. ഈ മിത്തപ്പോൾ വർക്കിംഗ് തന്നെയാ. നമുക്കിനി നാലാമത്തെ മിത്ത് നോക്കാം. വീട്ടിൽ കയറി ഏതെങ്കിലും കാർ സ്പോൺ ചെയ്യുക, അന്നേരം കാറ് വീടിൻ്റെ മുകളിലാണ് വരിക. ഓക്കെ, നമുക്ക് അതും ട്രൈ ചെയ്യാം. നമുക്കപ്പോൾ ഇവിടെ നിന്ന് ഒരു കാർ സ്പോൺ ചെയ്യാം. ഏത് കാർ സ്പോൺ ചെയ്യുക? 002 അടിക്കാം, അന്നേരം ഡിഫൻഡർ സ്പോൺ ആവുക. ഇവിടെ ഇപ്പോൾ അടിയിൽ കാറൊന്നും സ്പോൺ ആയില്ല. നമുക്കപ്പോൾ മേലെ കയറി നോക്കി നോക്കാം. മേലെ കാറ് വന്നാ? ദേ കണ്ടില്ലേ? ഇവിടെയാണ് ആ കാറ് സ്പോണായേ. അപ്പോൾ ഈ മിത്തും വർക്കിങ്ങാ. നമുക്കപ്പോൾ അഞ്ചാമത്തെ മിത്ത് നോക്കാം. ബ്രോ, ആദ്യം ഒരു സ്കോർപിയോ സ്പോൺ ചെയ്യുക, അതിൻ്റെ ശേഷം RGB കളർ കൊടുക്കുക, മാജിക് വിൽ കം, പ്ലീസ് ട്രൈ. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ആദ്യം സ്കോർപിയോ സ്പോൺ ചെയ്യാം. 444 ചീറ്റ് കോഡ്. അതെങ്ങനെ സ്പോൺ ചെയ്തു? ഇനി നമുക്ക് RGB കൊടുക്കാം, അന്നേരം എന്തോ മാജിക്ക് സംഭവിക്കുന്ന പറയണേ. ഇവിടെ എന്തൊട്ട് മാജിക്ക വന്നേ? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലേട്ടാ. വണ്ടികളുടെ കളറ് മാറും. ഈ ഗെയിമിലെ വേറെ സ്കോർപിയോ ഉണ്ട്. 333 അടിച്ചാലും ഒരു സ്കോർപിയോ സ്പോൺ ആവും. ഇനി ഇതിലാണോ മാജിക്ക് വർക്കാവുക? ഇതിലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കണില്ല. ഈ RGB കളർ നോർമലാണ് കേട്ടാ. ഇതേപോലെ കളേഴ്സ് മാറിക്കൊണ്ടിരിക്കും. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് മാജിക് ഒന്നും കാണാനില്ല.
ഡിഫൻഡറിലും സെയിം തന്നെയാ. എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി ആറാമത്തെ മിത്ത് നോക്കാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് എത്ര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്ര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ ആറാമത്തെ മിത്ത് നോക്കാം. ബ്രോ ആദ്യം ഓമിനി സ്പോൺ ചെയ്യുക, എന്നിട്ട് സെഡെക്സ്റ്റനാർ സ്പോൺ ചെയ്യുക. രണ്ടിലും കയറാനുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. സെഡെക്സ്റ്റനാർ കുറച്ച് ഫ്രണ്ടിലോട്ട് ഓടിച്ച് ഇറങ്ങുക. ക്യാമറ ആംഗിൾ മാറ്റിയിട്ട് സ്കൈഫാൾ ചെയ്യുക. ഒരു മാജിക് കാണാം. ഓക്കെ, നമുക്കതും ട്രൈ ചെയ്യാം. ആദ്യം ഒരു ഓമിനി സ്പോൺ ചെയ്യാം. 7 ചീറ്റ് കോഡ്. ഇത് പിന്നെ പ്ലഗിൻ ആപ്പിൽ നിന്ന് എടുക്കണം, അല്ലാണ്ട് വെറുതെ 7 അടിച്ചാൽ കിട്ടില്ല. നമ്മളങ്ങനെ ഒരു ഓമിനി സ്പോൺ ചെയ്തു. ഇനി സെഡെക്സ്റ്റനാർ സ്പോൺ ചെയ്യുക. ഇനിയിപ്പോൾ രണ്ടിലും ഒരുമിച്ച് കയറാ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരെ. നമ്മളങ്ങനെ ബൈക്കിലാണ് കയറിയത്. ആ കാറിൻ്റെ ഡോർ ഓപ്പണായി. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മുമ്പിലേക്ക് പോവാം, എന്നിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങാം. ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നിട്ട് പറഞ്ഞേ ക്യാമറ ആംഗിൾ മാറ്റണല്ലേ. ക്യാമറ ആംഗിൾ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഓ, അപ്പം നമ്മൾ ഓമിനിയുടെ ഉള്ളിൽ വന്നു കേട്ടാ. ഇനി സ്കൈഫാൾ അടിക്കുക. അതിൻ്റെ ചീറ്റ് കോഡ് എന്തായിരുന്നു? 1120. അതമർത്തിയുണ്ട്. ഏയ്, എന്തുണ്ടായേ? ഇവിടെ ഇഷ്ടം പോലെ മൊബൈലൊന്നുമില്ലോ. ഏയ്, ജോയ്സ്റ്റിക്ക് നോക്ക്. ഈ ഗെയിം ഫുള്ള് ഗ്ലിച്ചായിട്ടാ. ഇവിടെ എന്താണോ സംഭവിച്ചത്? ഗെയിം മൊത്തത്തിൽ അടിച്ചു പോയ അവസ്ഥയായി. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചേട്ടാ. നമ്മുടെ ക്യാരക്ടർ എവിടെയാണാവോ? ആള് മിക്കവാറും അടിയിലേക്ക് പോയിണ്ടാവും. ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഈ ഗെയിം മൊത്തം ഗ്ലിച്ചായി. ഈ മിത്ത് ഇപ്പോൾ ഏതായാലും നൈസായിട്ടുണ്ട് കേട്ടാ. ഒരു വെറൈറ്റി മിത്താ. നമുക്കിനി 7ാമത്തെ മിത്ത് നോക്കാം. ബ്രോ, ഫോർച്യൂണറിൻ്റെ ബാക്ക് ഗ്ലാസ്സിൽ RPG വെച്ച് ഷൂട്ട് ചെയ്താൽ വണ്ടി പൊട്ടിത്തെറിക്കില്ല. പ്ലീസ് ട്രൈ. ഓക്കെ, നമുക്കത് ട്രൈ ചെയ്യാം. ഈ മിത്ത് ഞാൻ മുന്നേ ചെയ്തിട്ടില്ലേ? എനിക്ക് ഓർമ്മയില്ല ഏട്ടാ. എന്നിട്ടാലും നോക്കി നോക്കാം. നമുക്കപ്പോൾ ആദ്യം ഒരു ഫോർച്യൂണർ സ്പോൺ ചെയ്യാം. 1000 ചീറ്റ് കോഡ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കിലത്തെ ഗ്ലാസ് ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെ RPG വിടുക. അന്നേരം അത് പൊട്ടിത്തെറിക്കില്ല എന്നാ പറയണേ. നമുക്കപ്പോൾ RPG വിട്ട് നോക്കാം. ഇതൊന്നുണ്ടായേ? ആ കാറ് പൊട്ടിത്തെറിച്ചല്ലോ. ഇതിങ്ങനെല്ലാം തോന്നുന്നുണ്ട്. സൈഡിലത്തെ ഗ്ലാസ്സിമേ വിട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കില്ല. അങ്ങനെ ആയിരിക്കും. ആ, ഒന്ന് നോക്കി നോക്കാം. ഇത് കണ്ടില്ലേ? സൈഡിൽ കൂടെ ആണെങ്കിൽ RPG ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ പോവും. ഇതേപോലെ പോവും. പക്ഷേ ബാക്കിൽ അത് വർക്കാവില്ല. ബാക്കിലത്തെ ഗ്ലാസ്സുമ്മ വിട്ടാൽ ഈ കാറ് പൊട്ടിത്തെറിക്കും. എന്തെങ്കിലും ആവട്ടെ. നമുക്കിനി 8ാമത്തെ മിത്ത് നോക്കാം. ബ്രോ, ട്രക്ക് വിത്ത് ട്രെയിലർ സ്പോൺ ചെയ്യുക. നെക്സ്റ്റ് ഒരു മരത്തിൽ തട്ടുക. അപ്പോൾ ഒരു മാജിക് സംഭവിക്കും. മസ്റ്റ് ട്രൈ. ഓക്കെ, ഇവിടെ ഇപ്പം നമുക്ക് ഒരു ട്രക്ക് സ്പോൺ ചെയ്യാം. അതും മറ്റേ ട്രെയിലറുള്ള ട്രക്ക്. 01212 ആണ് ചീറ്റ് കോഡ്. അതെങ്ങനെ സ്പോൺ ചെയ്തു? ഇനിയിപ്പോൾ നമ്മളോട് മരത്തിൽ കൊണ്ടുപോയി ഇടിക്കാനാ പറഞ്ഞേ. അന്നേരം എന്തോ മാജിക് സംഭവിക്കുന്നു. എൻ്റെ വീട്ടിൽ പിന്നെ മരങ്ങളുണ്ട്. അത് വേണ്ട, നമുക്ക് പുറത്തുള്ള മരത്തുമ്മ കൊണ്ടുപോയി ഇടിക്കാം. ഓക്കെ, ഇവിടെ ഒരു മരമുണ്ട്. അതും ഇടിച്ചു നോക്കാം. എന്തപ്പണ്ടായേ? വണ്ടിയുടെ ഗ്ലാസ് പൊളിഞ്ഞ. വണ്ടിയുടെ ഗ്ലാസ് പൊളിഞ്ഞുട്ടാ. അല്ലാണ്ട് ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. ഒരു മിനിറ്റ്, നമുക്ക് ആ തെങ്ങുമേ ഒന്ന് ഇടിച്ചു നോക്കാം. അന്നേരം വലുതും സംഭവിക്കോ? അപ്പോഴും ഒന്നും സംഭവിച്ചില്ല. വണ്ടിയുടെ ഗ്ലാസ് പൊളിയും, അത്രേ ഉള്ളോ. ഇനി നമുക്ക് 9ാമത്തെ മിത്ത് നോക്കാം. ഡ്രോൺ മോഡ് ഓൺ ആക്കിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് പോവുക. പിന്നെ ഡ്രോണ് താഴത്തേക്ക് ആക്കിയാൽ മാജിക് കാണാം. പ്ലീസ് ട്രൈ. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ആദ്യം നമുക്ക് ഡ്രോൺ ഓൺ ആക്കാം. DO എന്ന് അടിച്ചാൽ മതി. അതെങ്ങനെ ഓൺ ആക്കിയേക്കാണ്. ഇനി നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. അങ്ങനെയാണ് ആ മിത്തിൽ പറഞ്ഞത്. അന്നേരം എന്താ സംഭവിക്കാൻ പോണേ? നമ്മൾ റോഡ് ക്രോസ് ചെയ്തു. ഇനി അടിയിലേക്ക് പോവാം.
അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ദാ വെള്ളം കാണാൻ പറ്റും. നമ്മൾ പിന്നെ നേരെ പാതാളത്തിൽ പോവും. അപ്പം ഇതാണ് ആ മാജിക്ക്. നമുക്കിനി ലാസ്റ്റത്തെ മിത്ത് നോക്കാം. ബ്രോ ഫസ്റ്റ് ഒരു ബോട്ട് സ്പോൺ ചെയ്യൂ, എന്നിട്ട് മുകളിൽ UFO വരുത്തൂ, എന്നിട്ട് UFOയിൽ കയറൂ, പറത്തൂ, എന്നിട്ട് ഒരു മാജിക്ക് കാണാം. ഓക്കെ, അതും ട്രൈ ചെയ്യാം. നമ്മളങ്ങനെ ബീച്ചിൽ വന്നേക്കാം. ഇനി ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒരു ബോട്ട് സ്പോൺ ചെയ്യാം. ബോട്ടിൻ്റെ ചീറ്റ് കോഡ് 3001. അതെങ്ങനെ സ്പോൺ ചെയ്തു? ഇനി UFOയും സ്പോൺ ചെയ്യാം. UFOയുടെ ചീറ്റ് കോഡ് 0606. അതും അങ്ങനെ സ്പോൺ ചെയ്തു. ഇനി നമുക്ക് UFOയിൽ കയറാം. ഒതുന്തത് എനിക്ക് കയറാൻ പറ്റണില്ല. ഓ, വല്ലാണ്ട് കയറി പോയിട്ടാ. ആ, ഞാൻ ദേ ഒന്നുകൂടെ സ്പോൺ ചെയ്തു. ഇനി നമുക്ക് UFOയിൽ കയറാം. എന്നിട്ട് ഈ UFO അങ്ങ് പറത്താം. അന്നേരം എന്തൊട്ട് മാജിക്കാണോ സംഭവിക്കുക? ആ, നോക്കി നോക്കാം. ഇവിടെ ഞാൻ UFO പറത്തി. എനിക്ക് പക്ഷെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല ഏട്ടാ. ഒരു മിനിറ്റ്, ആ ബോട്ട് ഡീസ്പോൺ ആയിട്ടാ. നേരത്തെ നമ്മൾ UFO ഒക്കെ സ്പോൺ ചെയ്തില്ലേ, അതെല്ലാം ഡീസ്പോണായി. എൻ്റെ ഡിഫൻഡർ മാത്രം അവിടെ ഉള്ളോ? ഇതാണോ മാജിക്ക്? അങ്ങനെയാണെങ്കിൽ ഈ മിത്ത് വർക്കിംഗ് ആണ്. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബാക്കി മിത്തിന് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.